അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ കൊണ്ട് ബോൾസ് ആണ്. അപ്പോൾ അതിന് നമ്മളൊരു 250 ഗ്രാം ചിക്കൻ, ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മളിപ്പോൾ കീമ ആക്കിയിട്ട് നമ്മളിത് ബ്ലെൻഡറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വെള്ളമില്ലാതെ ഒന്ന് അടിച്ചെടുത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബ്ലെൻഡറിലിട്ടിട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ കീമ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ആദ്യം ഒരു വലിയ സവാള നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 3 പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 തണ്ട് മല്ലിച്ചെപ്പ്, പിന്നെ വറ്റൽമുളക് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തതാണ്. ഇനിയിപ്പോൾ വറ്റൽമുളകിൻ്റെ പൗഡർ ഉള്ളവർ പൗഡർ ഇട്ടാലും മതി. അപ്പോൾ വറ്റൽമുളക് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക ബ്ലെൻഡറിൽ. പിന്നെ സോസുകൾ, ആദ്യം സോയാ സോസ് ഒരു 1 ടീസ്പൂണോളം സോയാ സോസ് ഇട്ട് കൊടുക്കുക. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് 1 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ, കാരണം നമ്മുടെ കയ്യിൽ ഇനി ചില്ലി സോസ് ആണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. സോസുകളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഒന്നും അധികമാകരുത്, ഒരു ആവറേജ് കണക്കിന് ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി ഒരു 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഒരു എരിവിനനുസരിച്ചിട്ട് ഒരു 2 ടീസ്പൂൺ മതിയാവും. നമ്മൾ ബോൾസ് അധികം സ്പൈസി ആക്കണ്ട. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. അപ്പോൾ അതിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതൊരു 3 ടീസ്പൂണോളം വേണ്ടി വരും. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ആവശ്യത്തിന് കടുകും നമുക്ക് ഇട്ട് കൊടുക്കാം. വേണ്ടത് ഉപ്പാണ്. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചിക്കനിൽ ഒന്നിലും ഉപ്പിട്ടിട്ടില്ല, ചിക്കൻ അങ്ങനെ വേവിക്കാതെ എടുത്തതാണ്. അപ്പോൾ കുറച്ച് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ബ്രെഡ് സ്ലൈസാണ്. അപ്പോൾ ഒരു ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ വെള്ളമൊന്നും ഇല്ലാതെയാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബ്രെഡ് എടുത്തിട്ടാണിത് ബോൾസ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബ്രെഡ് നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കിത് ബ്ലെൻഡറിലിട്ടിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതാണിത്. ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല പോലെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ബോൾസ് ആക്കിയിട്ട് വയ്ക്കാം. കാരണം നമ്മൾ വെള്ളം ഒഴിച്ച് അടിച്ചു വെച്ചാൽ ഇതിൻ്റെ ടെക്സ്ചറേ മാറിപ്പോവും. അപ്പോൾ നമുക്ക് ബോൾസ് ആക്കാനൊന്നും പറ്റില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ ബോൾസ് ഉണ്ടാക്കണമായതുകൊണ്ട് ഞാൻ ഓരോ ബോളാക്കിയിട്ട് വെക്കണം. നമ്മളെ ബോൾസൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രൈയിങ്ങിന് ഉപയോഗിക്കുന്നത് ഒരു മുട്ടയും ബ്രെഡ് ക്രംസുമാണ്. അപ്പോൾ നമ്മളിത് ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡിൽ മുക്കിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മുട്ട ഒന്ന് ഉടച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മുട്ട ബീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്രയും ബോൾസ് ഫ്രൈ ചെയ്യാൻ ഒരു മുട്ട മതിയാവും. ഒരു മുട്ടയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്നും കൂടി പറഞ്ഞാൽ നമുക്ക് ഈ ബ്രെഡ് ക്രംസിലും മുട്ടയിലും മുക്കിയിട്ട് ഒരു ഫ്രിഡ്ജിൽ ഒരു 1 മന്ത് വരെ ഫ്രിഡ്ജിൽ പോകുന്നതാണ്. ഫ്രിഡ്ജിൽ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ബോൾസൊക്കെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് എടുത്ത് വയ്ക്കാം. ഫ്രൈ ചെയ്യാനുള്ള ബോൾസൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് സിമ്മിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മൾ ചിക്കൻ വേവിക്കാത്തത് കാരണം ചിക്കന് കുറച്ച് വേവ് അധികമാവും. അപ്പോൾ നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. ഇപ്പോൾ പാൻ വെച്ചിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ബോൾസൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിമ്മിലിട്ടിട്ട് നമ്മുടെ ചിക്കൻ ബോൾസൊക്കെ ഒന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മളെ ചിക്കൻ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ക്രിസ്പിയാണ് പുറത്ത്, ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റുമാണ്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുള്ളൊരു പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ടൊമാറ്റോ കെച്ചപ്പ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നന്നായിട്ട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക.